വെറും 5 മിനിറ്റ് കൊണ്ട് സ്കൂൾ വിട്ടിരുന്ന മക്കൾക്കോ അതല്ലെങ്കിൽ വിരുന്നുകാർക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. 2 മുട്ടയും കുറച്ച് ചേരുവകളും വീട്ടിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഈ ഒരു സ്നാക്കിലേക്ക് ഞാൻ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ശർക്കര വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒന്നുകൂടെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. റെസിപ്പി ഇഷ്ടമാവണമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 2 മുട്ട വെച്ചിട്ട് നമുക്കൊരു ചെറിയ 2 പ്ലേറ്റ് ചായക്കടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എണ്ണം കൂടുകയും കുറയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ശർക്കര പൊടിച്ചതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നാൽ ഒന്നും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ചായക്കടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ശർക്കര പൊടിച്ചതില്ലെങ്കിൽ ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് പാനിയാക്കി വെച്ചാൽ മതി. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പഞ്ചസാരയും മുട്ടയും പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അത്രയും സമയം നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് നിറയെ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു മൈദയും മുട്ടയും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെയാണ് കേട്ടോ വെള്ളത്തിൻ്റെ അളവ് വരിക. അപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ടൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോഴേക്കും മാവ് നന്നായിട്ട് തന്നെ പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ കൈ വെച്ചിട്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെള്ളവും മാവൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും സോഡാപ്പൊടിയും ഒന്നും ഏറിപ്പോവരുത് കേട്ടോ. രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോവാതെ നോക്കണം. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ഒരു 1/2 മിനിറ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് നല്ല ഫ്ലഫി ആയിട്ട് അതിന് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത്. ഇനി നല്ല ചൂടായ ഓയിലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ നമുക്ക് നുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കൈ വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അതാണ് എനിക്കൊന്നും കൂടെ ഈസി. നിങ്ങൾക്ക് സ്പൂൺ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിങ്ങനെ പൊങ്ങി വന്നിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ കിട്ടും കേട്ടോ. ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മൊരിപ്പിച്ചെടുക്കാം. ആദ്യം എണ്ണ നല്ല ചൂടായിട്ട് നമ്മൾ മാവ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നതിന് മുമ്പായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കോരി മാറ്റാൻ കേട്ടോ. എന്നിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഗോതമ്പ് പൊടി ശർക്കരയൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഹെൽത്തിയും ആവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.